ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു വാഴയ്ക്ക തോരൻ വെച്ചാലോ. ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കിയിട്ടില്ലേ, വെച്ച് നോക്കണം കേട്ടോ. അപ്പം ഞാനത് 2 ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇത് ശകലം നന്നായിട്ട് വിളഞ്ഞാണ്ട് ഒരു കറുത്ത പാട് പോലൊക്കെ ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ് മാത്രം ചെത്തിക്കളഞ്ഞാൽ മതി. ഏത്തക്കയുടെ ഒക്കെ തൊലിയും നമ്മൾ തോരൻ വെക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വിളഞ്ഞതായതുകൊണ്ട് ഒരു കറുത്ത ഒരു പാട്, വെയിലൊക്കെ കൊണ്ടതിൻ്റെ ആയിരിക്കാം. എന്തുവായാലും ഞാൻ നന്നായിട്ട് ചെത്തിയെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചെത്തിയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഏത്തക്ക തോരൻ വെക്കാം കേട്ടോ. ഏത്തക്കയുടെ തൊലി എടുക്കുള്ളൂ തോന്നുന്നു തോരൻ വെക്കാൻ. വാഴയ്ക്ക അല്ലാതെ ഉണ്ടല്ലോ, പഴങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വെക്കില്ലെന്ന് തോന്നുന്നു, എന്തോ അറിയില്ല, തൊലി എടുക്കത്തില്ലെന്ന് തോന്നുന്നു. അപ്പം ഞാനത് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിൽ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കറ പോകും ഇതിൻ്റെ. അല്ലെന്നുണ്ട് ഒരു കറ പോലൊക്കെ വല്ലാത്തൊരു, നമ്മൾ തോരൻ വെച്ച ഒരു കറുത്ത പോലൊക്കെ ഒരു കളർ, ഒരു കറയുടെ ഒരു ചെവ വരും. അപ്പം ഞാനിതെങ്ങനെയാണെന്നോ, ഇത് അരിഞ്ഞ് കഞ്ഞിവെള്ളത്തിലങ്ങ് ഒരു 5 മിനിറ്റ് അങ്ങ് വെച്ച് കഞ്ഞിവെള്ളത്തിലോട്ട് അങ്ങ് അരിഞ്ഞിടും. അന്നേരം അതിൻ്റെ ഒരു നന്നായിട്ടൊക്കെ കറയൊക്കെ പോയിടും. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അന്നേരം ചെറുതായിട്ട്, ഒത്തിരി വലുതായിട്ട് അരിഞ്ഞ് നമ്മളേറെ വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ ആവിയിലങ്ങ് വെന്തോളും. അന്നേരം അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് ഇടാം. വാഴയ്ക്ക തോരനെ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ, എനിക്കിഷ്ടം. അന്നേരം ബാക്കിയുള്ളതും കൂടെ നന്നായിട്ട് അരിഞ്ഞ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കഞ്ഞിവെള്ളത്തിലോട്ടിടാം. നന്നായിട്ട് അതിൻ്റെ അഴുക്കുമൊക്കെ കറയൊക്കെ അങ്ങ് പോകും അങ്ങ്. അപ്പം കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകണം. എന്നിട്ട് പിന്നെ നമുക്കിപ്പോൾ നല്ല പച്ചവെള്ളത്തിലോട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഇപ്പം കണ്ടോ, കഞ്ഞിവെള്ളത്തിൻ്റെ കളർ തന്നെ മാറി, നന്നായിട്ട് കറയുണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ല പച്ചവെള്ളത്തിലും കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതാ നല്ല, അപ്പം ആ വെള്ളത്തിന് വേറെ ഒരു കളറായില്ലേ, മറ്റേതിൻ്റെ കറയെല്ലാം ഏറെ പോയായിരുന്നു. അന്നേരം കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് തേങ്ങ. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക്. പിന്നെ ചെവിടി കെട്ടിയുള്ള ഞാനൊരു പാത്രം വെച്ചു. നമുക്ക് ലാസ്റ്റാണ് ഇതിൻ്റെ കടുവൊക്കെ വറക്കുന്നത്, അന്നേരം അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പം അരിഞ്ഞ് നന്നായിട്ട് കഴുകിയത് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുക്കുക. ചെറുതായിട്ട് കണ്ടിച്ചത് കൊണ്ട് ആവിയിലിരുന്ന് അങ്ങ് വെന്തോളും അങ്ങ്. തീ കുറച്ച് അടച്ച് വെച്ചിരുന്നാൽ മതി. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ച് നേരം അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങായും അതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് ഒരു വാഴയ്ക്ക തോരൻ. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഇനി കുറച്ചും കൂടെ വെള്ളമുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കിതിനെ കടുക് വറക്കാം. ഞാനൊരു പാത്രം എടുത്ത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിക്കാം. പിന്നെ അതിനകത്തോട്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ആദ്യം കടുകൊക്കെ വറക്കുന്നതിനെക്കാട്ടിലും പിന്നീട് ലാസ്റ്റ് എല്ലാം പാകമായി കഴിയുമ്പം കടുക് വറക്കുന്ന അതിൻ്റെ ടേസ്റ്റ്. കുറച്ച് ഉഴുന്ന് വിട്ടിട്ടുണ്ട്. ആ ഉഴുന്നൊന്ന് ബ്രൗൺ കളറാവണം. ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് കരിയാതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ കൂട്ടിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോയിക്കാൻ വേറൊരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു ബ്രൗൺ കളർ ആകണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ നമുക്ക് അരച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഞാൻ ചെറിയ സവാള ഉണ്ടല്ലോ, സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് ചേർത്ത് അതിനകത്ത് എടുക്കാൻ മറന്നുപോയി കേട്ടോ. അത് ഇടാൻ മറന്നുപോയി. പിന്നെ എല്ലാം ലാസ്റ്റാണ് ഞാൻ ഓർത്തത്. അന്നേരം സവാള ഒത്തിരി അങ്ങ് വേവത്തുമില്ല, ഒരു വാടി നിൽക്കുകയും ചെയ്യും. കടിക്കാൻ നല്ല ടേസ്റ്റാണ്. പച്ചയ്ക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നേരം ആദ്യം നമ്മൾ കടുകൊക്കെ വറക്കുന്നതിനെക്കാട്ടിലും ലാസ്റ്റ് വെന്ത് കഴിയുമ്പോൾ കടുക് വറക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് നിൽക്കും. അപ്പം ഞാൻ ഇച്ചിരി സവാളയും കൂടെ, അത് ഇഷ്ടമുണ്ടെങ്കിൽ കിട്ടാതെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണേ.